ഹലോ. ഇന്ന് നമ്മൾ വിഷുവൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏട്ടനും ഇച്ചുമ്മേനെയും കൂട്ടിയിട്ട് ചെർപ്പളശ്ശേരിയിലാണ് ബുക്ക് ചെയ്ത്. മണ്ണാർക്കാട് നോക്കി, പക്ഷെ ഒക്കെ ഹൗസ്ഫുള്ളായിരുന്നു. നമുക്ക് മരണമാസമാണ് കാണാൻ പോകുന്നത്. ഞാൻ ബേസിലിൻ്റെ ഒരു കട്ട ഫാനാണ്. അപ്പോൾ എനിക്ക് നിർബന്ധമായിരുന്നു മരണമാസം കാണണം. ഞാൻ അതിൻ്റെ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ എന്നാ ഇറങ്ങാമെന്ന് ഇങ്ങനെ ഈഗേർലി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. മോളെ വെച്ചിട്ട് പോകുന്നതിനെ വിചാരിച്ച്. സത്യം പറയുകയാണെങ്കിൽ നല്ല മഴ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്യണം തന്നെയാണ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങാൻ വിചാരിച്ചു. മോളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു 1 ഹവറിൻ്റെ മുമ്പ് ഇറങ്ങിയത്. കാരണം നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങാൻ വിചാരിച്ചു. അവൾ ഉറങ്ങി എണീറ്റതും നമ്മൾ ഇറങ്ങുക ചെയ്തപ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ തിയേറ്ററിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മൾ നേരത്തെയാണ് പോയത്. നമ്മളങ്ങനെ പോവാറേ ഇല്ല. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും ഫിലിം സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കയറാറുള്ളൂ. ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു 20 മിനിറ്റോളം നേരത്തെ എത്തി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. പിന്നെ മോളുള്ളതുകൊണ്ടാണ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. എപ്പോഴും ഫിലിമിനൊക്കെ പോകുമ്പോൾ അവൾ 3 മണിക്കൂറൊക്കെ ഇരിക്കുക പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. കുറേയൊക്കെ സ്നാക്സ് കൊണ്ടുപോകണം, പിന്നെ നമ്മൾ ഫോൺ കാണിച്ചിട്ടൊക്കെ ഇരിക്കണം. ഈ പടം എന്താണാവോ, അവൾ 3 മണിക്കൂറും ഫോണൊന്നും ഇല്ലാതെ എൻജോയ് ചെയ്തിരുന്നു. അവൾ ഇമോഷൻസൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ഇരുന്നു. എനിക്കപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡാണ്. കാരണം 3 വയസ്സേ അവൾക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ അവൾ ഈ ഇമോഷൻസൊക്കെ മനസ്സിലായി, അതിനനുസരിച്ച് റിയാക്ഷൻസ് വരാൻ തുടങ്ങി. ചിരിക്കേണ്ടപ്പോൾ ചിരിക്കുന്നു, അതുപോലെ തന്നെ കരയേണ്ട ഇത് കാണുമ്പോൾ അവൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇമോഷൻസൊക്കെ എക്സ്പ്രസ് ചെയ്ത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനും മോളും കൂടി പോയിട്ട് ടിക്കറ്റ് കളക്ട് ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾക്ക് പേഴ്സണലി അത് ചെയ്യാമല്ലോ. നമ്മൾ നേരെ പോയി. സ്നാക്സ് ഒന്നും വേറെ മേടിച്ചില്ല. ഞങ്ങളതൊന്നും കഴിക്കാൻ നിന്നില്ല. ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങിയതാണ്. പിന്നെ അങ്ങനെ എണീറ്റ് വേഗം പോന്നു. മഴ വരുന്നുണ്ട്, ഇപ്പോൾ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സങ്കടമായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ ചാടി പുറപ്പെട്ട് പോന്നു. നിങ്ങൾ കണ്ടോ, നമ്മൾ എത്തിയപ്പോൾ തന്നെ സീറ്റൊന്നും ഫുള്ളല്ല, എല്ലാവരും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ സീറ്റിൽ തന്നെ 4 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ 2 എണ്ണത്തിന് ഞാനും ഏട്ടനും ഇരുന്നു, വേറെ 2 എണ്ണത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. ഫിലിമൊക്കെ കൊടുത്തു തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു. എനിക്കിഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി ഫിലിം. നമ്മൾ ഇൻ്റർവെല്ലായപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ തട്ടി വിട്ടു. പിന്നെ നമ്മൾ ഇറങ്ങി ഫിലിമൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഫുഡ് അടിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. എനിക്ക് ഒരു മന്തി കഴിക്കണം എന്നായിരുന്നു സത്യം പറഞ്ഞാൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു അൽഫാം മന്തി തന്നെ കഴിക്കണം. അപ്പം നമ്മൾ പോണ വഴിക്ക് പാരാമൗണ്ട് ഉണ്ടായിരുന്നു. പാരാമൗണ്ടിൽ അൽഫാം മന്തി അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഇവിടെ നമ്മൾ പോണ വഴിക്ക് കണ്ടതിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കിട്ടാൻ തന്നെ ലേറ്റാവും. പിന്നെ അപ്പോൾ നമ്മൾ വീടെത്തുമ്പോഴും ഭയങ്കര ലേറ്റാവും. അതുകൊണ്ട് നമ്മൾ ശ്രീകൃഷ്ണപുരത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാരാമൗണ്ടിൽ പോകാമെന്ന് വിചാരിച്ചത്. അവിടെ പോയി. അവിടെ ഇതേപോലെ തന്നെ ഭയങ്കര റഷായിരുന്നു. നമുക്ക് സീറ്റൊന്നും സത്യം പറഞ്ഞാൽ ഫ്രീ ഉണ്ടായിരുന്നില്ല. നമ്മൾ വെയിറ്റ് ചെയ്യാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര തിരക്കായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഫാമിലി ആയിട്ടൊരു ഔട്ടിങ്ങൊക്കെ സെറ്റ് ചെയ്ത പോലെ. വിഷുവൊക്കെ അല്ലേ, എല്ലാവരും ലീവായതുകൊണ്ടായിരിക്കും ഇങ്ങനെ തിരക്കുണ്ടായിട്ടുണ്ടാവാം. അപ്പം നമ്മൾ മുകളിലേക്ക് പോയി. അവിടെ പോയിട്ട് ആ ഒറ്റ പ്ലാൻ ഉണ്ടായിരുന്നു, നമുക്ക് മന്തി കഴിക്കണം. നമ്മൾ മുമ്പൊക്കെ പാരാമൗണ്ടിൽ വരികയാണെങ്കിൽ ബർഗർ കഴിക്കാനാണ് വരിക, ബർഗർ ഫ്രൈഡും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബർഗർ. അപ്പം നമ്മൾ എപ്പോഴും ഇവിടെ വരാറുണ്ട്. അധികം ബർഗർ തന്നെ കഴിക്കുക. ഏട്ടൻ അൽഫാം എന്തെങ്കിലും കഴിക്കും, അല്ലെങ്കിൽ ഷവർമ്മ. ഇതിന് വിട്ടിട്ട് പോകാറില്ല. പക്ഷെ ഇവിടുത്തെ അൽഫാം മന്തി അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളിത് ഈ സീറ്റ് കണ്ട് നമ്മുടെ എപ്പോഴും ഉള്ള സെയിം സീറ്റാണ്. ഇപ്രാവശ്യം അത് തന്നെ കിട്ടി. നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തു. ഒരു 10-20 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടാണ് വെയിറ്റർ വന്നിട്ട് ചോദിച്ചത് എന്താ ഫുഡ് വേണ്ടത് വെച്ചപ്പോൾ നമ്മൾ അൽഫാം മന്തി വേണം പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു മന്തി കഴിഞ്ഞു പറഞ്ഞു. നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഫ്ലോപ്പാണ്. നിറഞ്ഞിട്ടും വീണ്ടും അവിടെ ഇരുന്നു. അപ്പോൾ എനിക്ക് വേറെ ഫുഡൊന്നും കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം മനസ്സിൽ മന്തിന്ന് മാത്രമായിരുന്നു. അത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങി. പറയാലോ, അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ട് തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പാരിസ് ഹോട്ടലുണ്ട്. നമ്മളവിടെ പോയി. ഒന്നാമത് മഴയൊക്കെ പെയ്തിട്ട് നല്ല തണുപ്പായിരുന്നു. അപ്പോൾ മോളെയും കൊണ്ട് ദൂരെ പോകണ്ട വിചാരിച്ചിട്ടാണ് നമ്മൾ അവിടെ പോയി. അവിടെ ചെന്നപ്പോഴും അത് ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബിരിയാണിക്ക് തന്നെ അവർ ചില്ലിയാണ് നമുക്ക് അതിൽ ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. പൊറോട്ടയ്ക്കൊന്നും കറി ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പൊറോട്ടയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റായിരുന്നു, ഫ്രഷായിരുന്നു. ചില്ലിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. മോളും അതെ, അവൾ റൈസും കുറച്ച് ചില്ലിയൊക്കെ കഴിച്ചു. പിന്നെ ഞാനും അതിൽ റിഫ്രഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സെവനപ്പും വാങ്ങി കുടിക്കരുത്. കാരണം ഭയങ്കര വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ച് തീർത്തു. പൊറോട്ട വെറുതെ കഴിക്കാനാണ് ഇഷ്ടമായത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഫിനിഷ് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോയി.